നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുപൂർണിമ ദിനത്തിൽ പാദപൂജ നടത്തിയതാണ് ഇപ്പോൾ വലിയ വിവാദം. അതായത് അധ്യാപകരുടെ കാല് കുഞ്ഞുങ്ങളെ കൊണ്ട്, വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിപ്പിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ്, മലബാർ മേഖലയിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ അടക്കം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുപൂർണിമ ദിനം, അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഈ ഗുരുപൂർണിമ ദിനങ്ങളൊക്കെ തന്നെ ആചരിച്ചു വരുന്നത്. അവരുടെ സ്കൂളുകളിലാണ് പ്രധാനമായും ഇത്തരം ചടങ്ങുകൾ നടന്നത്. അതായത് അമ്മമാരെ മാതൃദിനത്തിൽ മാതൃപൂജ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ അമ്മമാരെ കുഞ്ഞുങ്ങൾ പൂജിക്കുക, അത് പാദം തൊട്ട് കഴുകുക, ആ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ഇത്തരം സ്കൂളുകളിൽ നടക്കാറുണ്ട്. നമ്മുടെ അമ്മമാരെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ തന്നെയാണ് നല്ല ശീലങ്ങൾ എന്ന രീതിയിൽ നമ്മളൊക്കെ പഠിച്ചത്. ഞാനൊക്കെ പഠിച്ചത്, ഫോളോ ചെയ്യുന്നതും ആ രീതിയിലുള്ളൊരു ജീവിതം തന്നെയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ആളുകൾക്ക് ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ വലിയ അപരാധം, അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് വലിയ എന്തോ കൊലപാതകം ചെയ്യിപ്പിച്ചു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഡിവൈഎഫ്ഐയും SFIയും അതുപോലെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഇത് സംഘപരിവാറിൻ്റെ വലിയൊരു അജണ്ട എന്നൊക്കെ പറഞ്ഞു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന SFIക്കാരൻ്റെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരൻ്റെയോ ഒക്കെ വീടുകളിൽ വിവാഹമോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ആഘോഷ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കാൽ തൊട്ട് വന്നിച്ചിട്ടാവാം, അല്ലെങ്കിൽ ആ രീതിയിലാവും താലികെട്ടും ചടങ്ങൊക്കെ നടന്നിട്ടുണ്ടാവുക. നമ്മൾ മുതിർന്നവരെ അങ്ങനെ ബഹുമാനിച്ച് വളരുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, അങ്ങനെ വളർന്ന് വരുന്നത് വലിയ അപരാധമാണ് എന്ന് കരുതുന്ന ആളുകളും നമുക്കിടയിലില്ല. കാരണം ഈ RSS നിയന്ത്രിക്കുന്ന സ്കൂളുകളിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ RSSൻ്റെ നിലപാട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ വിട്ടിട്ടുണ്ടാവുക. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു SFI വനിതാ നേതാവ് അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരു പാചക തൊഴിലാളിയുടെ കയ്യിൽ നിന്നും അരി വലിച്ചെറിയുന്നു. അത് സമരത്തിന്റെ ഭാഗമായിരുന്നു, പണിമുടക്കിന്റെ ഭാഗമായി പാചക തൊഴിലാളിയെ പണിയെടുപ്പിക്കാൻ സമ്മതിക്കാതെ കഞ്ഞി വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അതായത് ഇടതുപക്ഷ ബുദ്ധിജീവികൾ, DYFIക്കാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ SFIയുടെ ചില ക്രെഡിറ്റുകളുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കിയത്, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയുണ്ട്. അധ്യാപകരെ അങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നാണ് SFI പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പാദപൂജ എന്നൊക്കെ പറഞ്ഞ് അത് സംഘപരിവാറിൻ്റെ തലയിൽ വെച്ച് കെട്ടി വലിയ ചർച്ചയാക്കാനാണ് ചിലർ ഉദ്ദേശിക്കുന്നത്. ഇത് സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അവരുടെ മാത്രം കുത്തകയോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് സംഘപരിവാറിൻ്റെ തലയിലിട്ട് രക്ഷപ്പെടാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാക്കാം എന്നാണ് ചിലർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ തന്നെ ഈ പെസഹയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ വൈദികർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിതാക്കന്മാർ ഒക്കെ കാൽ കഴുകൽ ശുശ്രൂഷ എന്ന രീതിയിൽ വളരെ പവിത്രതയോടുകൂടി അന്യൻ്റെ കാൽ കഴുകി തുടച്ചു കൊടുക്കുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട്. ഇതൊക്കെ തന്നെ നല്ലൊരു സംസ്കാരത്തിൻ്റെ ഭാഗം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇതൊന്നും പോരാ. നമുക്ക് കുഴിമാടം ഒരുക്കാം, കസേര കത്തിക്കാം, പ്രിൻസിപ്പാളിനെ തല്ലാം, മുതിർന്ന വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസനെ റോഡിലിട്ട് ചവിട്ടാം. ഇതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് ചിലർ പറഞ്ഞു വെക്കുന്നത്. എന്ത് പഠിക്കണമെന്ന് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ ആലോചിക്കട്ടെ. അവർ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ വിട്ടത് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.